ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു ഉപ്പേരിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വാഴക്കൂമ്പ് ചെറുപയർ തോരൻ. പേര് പോലെ തന്നെ വാഴക്കൂമ്പും അതേപോലെ ചെറുപയറാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ വാഴക്കൂമ്പ് കിട്ടിയപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. ഇതിനെ വazhamaani എന്നൊക്കെ പറയലുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് തൊലിച്ചെടുക്കണം. പുറം ഭാഗമൊക്കെ തൊലിച്ച് വന്നിട്ട് ലാസ്റ്റ് ഒരു ചെറിയ പാർട്ട് തന്നെ ഉണ്ടാവുള്ളൂ നമുക്ക് ഉപ്പേരി വെക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഇതേപോലെ തൊലിച്ചെടുക്കാം. അപ്പോൾ ഇതാ തൊലിച്ചിട്ട് ഇത്ര വലിപ്പത്തിലായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി വേണമെങ്കിൽ ഇതൊന്നും കൂടി തൊലിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലെ വെള്ള പാർട്ട് മാത്രമായിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇത്രയും ആവുമ്പോൾ നമുക്ക് തൊലിക്കലൊക്കെ നിർത്തിയിട്ട് ഇനി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ചെറുതായി അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ചെറിയ പീസസ് ആക്കിയിട്ട് അരിഞ്ഞെടുക്കണം. ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് കൊടുത്തിട്ട് നടുഭാഗത്ത് കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചെറിയ പീസസ് ആക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. ഇപ്പോൾ ഇതാ കട്ട് ചെയ്യുമ്പോൾ ചെറിയ പീസസ് ആയിട്ട് തന്നെ കിട്ടും. ഇതേപോലെ ഫുള്ളും അരിഞ്ഞെടുക്കുക. വാഴക്കൂമ്പും ചെറുപയറും നല്ല കോമ്പിനേഷനാണ്. ഇപ്പോൾ ചോറിൻ്റെ ഒപ്പമൊക്കെ കിട്ടിയാൽ പെട്ടെന്ന് തന്നെ ചോറ് ചെല്ലും, അത്രയും ടേസ്റ്റാണ്. ഇപ്പോൾ ഇതാ ചെറിയ പീസസ് ആക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല ചെറുതായിട്ട് തന്നെ അരിയണം. ഇപ്പോൾ ഇതാ ഇതിൽ നല്ല കറ ഉണ്ടാവും. ഇപ്പോൾ നമ്മളെ കൈ തന്നെ നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം കറ ഉണ്ട് എന്ന്. അപ്പം ഇനി ഇത് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം കുറച്ച് നേരം. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലിട്ട് വയ്ക്കുക. കുറച്ച് നേരം അങ്ങനെ കിടക്കട്ടെ. അപ്പോൾ കറയൊക്കെ ഇളകി പോയിക്കോളും. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഈ പൂവ് എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അതെടുക്കാം. ഇതിൻ്റെ മഞ്ഞ ഭാഗത്ത് കൈകൊണ്ട് ഒന്ന് പരതി നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ബലമുള്ള ഒരു വെള്ള പാർട്ട് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് എടുത്ത് കളയണം. ഇനി ഈ പൂവ് എടുക്കാത്തവരും ഉണ്ടാവും കേട്ടോ. ഉപ്പേരി വെക്കുമ്പോൾ ഒക്കെ എടുക്കാത്തവരും ഉണ്ടാവും. പക്ഷെ അത് എടുത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ അത് എടുക്കുമ്പോൾ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ ആ വെള്ള ഭാഗം കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത് ഒരു ബലത്തിൽ ഉപ്പേരിയിൽ കിടക്കുമ്പോൾ അത് കടിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത് എടുത്ത് മാറ്റിയിട്ട് ഇതും ചെറുതായി അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതും ഇതേപോലെ ചെറുതാക്കിയിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. വാഴക്കൂമ്പും അതേപോലെ ഉണ്ണിത്തണ്ടൊക്കെ വാഴയുടെ വെക്കലുണ്ട്. അതൊക്കെ നാടനായിട്ടുള്ള ഉപ്പേരികളാണ്. അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. പണ്ടത്തെ ആൾക്കാരുടെ വിഭവങ്ങളാണല്ലോ. അപ്പോൾ ഇത് ചെറുതായി അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കറ പോകാൻ വെച്ച വെള്ളത്തിൽ തന്നെ ഇത് ഇട്ട് വെക്കുക. അപ്പോൾ ഇതൊരു അരമണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെക്കുക. ഇത്ര സമയമുണ്ടോ അത്രയും വെക്കുക, കറ പോയി കിട്ടാൻ നല്ലതാണ്. പിന്നെ പേര് പോലെ തന്നെ ഇതിൽ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചെറുപയറാണ്. ഇതിപ്പോൾ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 4 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വെള്ളത്തിലിട്ട് വെക്കുക. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് മുങ്ങാൻ ആവശ്യത്തിലുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്കിത് ഒരു അരിപ്പയിലേക്ക് മാറ്റാം. ഇപ്പോൾ നിങ്ങൾക്ക് താഴ്ന്ന് വെള്ളം കാണുന്നുണ്ടാകും, അത് കറുത്ത കളറായിട്ടുണ്ട് ഇതിൻ്റെ കറയൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ കോരി മാറ്റിയെടുക്കാം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പോവട്ടെ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് ഉണ്ടാക്കുക. അപ്പോൾ തേങ്ങ ഉള്ളതിനനുസരിച്ച് എടുക്കുക, എത്ര ചേർത്താലും നല്ലത് തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 പിടി തേങ്ങ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കീറിയിട്ട് കൊടുക്കുകയാണ്. ഒരു പച്ചമുളകേ ചേർക്കണുള്ളൂ. പിന്നെ മുളക് പൊടിയാണ് ചേർക്കണേ. പിന്നെ ഇപ്പോൾ ഇതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി കൂടി ചെറുതായി കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കണേ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊക്കെ പാടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനിയിപ്പോൾ വെള്ളം ചേർക്കണമെങ്കിൽ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഉപ്പേരി വെക്കാൻ തുടങ്ങാം. അപ്പോൾ മൺചട്ടിയിലാണ് ഇത് ഉണ്ടാക്കണേ. അപ്പോൾ മൺചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിക്കണതാണ് നല്ലത്. ഞാനിവിടെ വെസ്റ്റീജിൻ്റെ ബ്രാൻഡ് ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ.
തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക. കടുക് കരിഞ്ഞു പോവാതെ നോക്കുക. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 5-6 ചെറിയുള്ളിയൊക്കെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ പാടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായി വാടി വരട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് പൊട്ടൽ മാറുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. നാടൻ വിഭവങ്ങളൊക്കെ വെക്കുമ്പോൾ കറിവേപ്പില തന്നെയാണ് അതിൽ മെയിനായിട്ടുള്ള ആൾ. കാരണം ഉപ്പേരി വെച്ചിട്ടായാലും അല്ലെങ്കിൽ എണ്ണയിലേക്ക് ഇടുമ്പോഴൊക്കെ അതിൻ്റെ ഒരു സ്മെല്ല് നല്ല ഒരു ഇത് തന്നെയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ വാഴക്കൂമ്പ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തൊന്നും മിക്സാക്കി കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഇനി കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെക്കുക. അപ്പോൾ ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നടുവിലേക്കായിട്ട് പൊത്തി വെച്ചാൽ മതി. ഒന്നായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്തുകൊണ്ട് ഈ ഒരു കളറിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഈ അരപ്പൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ വേവിച്ചെടുക്കണം. അപ്പോൾ അടച്ച് വെക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അരപ്പൊക്കെ വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഇവിടെ അരപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചെറുപയർ ചേർത്ത് കൊടുക്കുകയാണ്. ചെറുപയറിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് ഊറ്റിയെടുത്തതിന് ശേഷം മാത്രം ചേർക്കുക, വെള്ളത്തോടെ ചേർക്കരുത്. അപ്പോൾ ചെറുപയറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്, അതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറുപയറൊക്കെ ചേർത്തിട്ട് ഇനി വേവാനൊന്നുമില്ല. അപ്പോൾ അതൊന്ന് ചൂടായാൽ മതി. അപ്പോൾ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ വാഴക്കൂമ്പ് ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ ഒക്കെ കൂടെ കൂട്ടാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ വാഴക്കൂമ്പൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.